അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ വഹിദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, മൂസാ നബി അലൈഹിസ്സലാം കണ്ടുമുട്ടിയ അള്ളാഹുവിൻ്റെ ദാസൻ ഖിളർ അലൈഹിസ്സലാം ആയിരുന്നുവെന്നും അദ്ദേഹം ഉണങ്ങിയ ഭൂമിയിൽ ഇരുന്നാൽ അത് പച്ചയായി തീരുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഖിളർ എന്ന പേര് ലഭിച്ചതെന്നും മഹാനായ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഇമാം ബുഖാരിയും മറ്റും ഉദ്ധരിച്ചിരിക്കുന്നു. താൻ കണ്ടുമുട്ടിയ ഖിളറിനോട് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം തൻ്റെ ആഗമനോദ്ദേശം വെളിപ്പെടുത്തി. താങ്കൾക്ക് സന്മാർഗമായി ലഭിച്ച അറിവിൽ നിന്ന് തനിക്ക് പഠിപ്പിച്ചു തരണമെന്നും അതിനായി താങ്കളെ അനുഗമിക്കാൻ തന്നെ അനുവദിക്കണമെന്നും മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു. അപ്പോൾ ഖിളർ അലൈഹിസ്സലാം നൽകിയ മറുപടി മഹാനായ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകളിൽ നിന്ന് ഇപ്രകാരം നമുക്ക് മനസ്സിലാക്കാം. യാ മൂസ, ഇന്നി അലാ ഇൽമിൻ മിൻ ഇൽമില്ല അല്ലമനീഹില്ലാഹു ലാ തഅലമു. ഓ മൂസ, എനിക്ക് അള്ളാഹു പഠിപ്പിച്ച പ്രത്യേക ഒരു അറിവിലാണ് ഞാൻ നിലകൊള്ളുന്നത്. അതിനെക്കുറിച്ച് താങ്കൾക്ക് വിവരമില്ല. വ അന്ത അലാ ഇൽമിൻ മിൻ ഇൽമില്ല അല്ലമക്കഹുല്ലാഹു ലാ അഅലമു. താങ്കൾക്ക് അള്ളാഹു പഠിപ്പിച്ച പ്രത്യേക ഒരു അറിവിൽ താങ്കളും നിലകൊള്ളുന്നു. അതിനെക്കുറിച്ച് എനിക്കറിവില്ല. അഥവാ എൻ്റെ അറിവും താങ്കളുടെ പക്കലുള്ള അറിവും ചിലപ്പോൾ പൊരുത്തപ്പെടാതെ വരും. സ്വന്തം അറിവനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുന്നത് താങ്കളുടെ അറിവിനെതിരായി വരുമ്പോൾ അത് കണ്ട് ക്ഷമിച്ചു നിൽക്കാൻ താങ്കൾക്ക് കഴിയുകയില്ല എന്ന് ഖിളർ അലൈഹിസ്സലാം പറഞ്ഞു. എന്നാൽ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം പിന്മാറാൻ തയ്യാറായില്ല. അദ്ദേഹം പറഞ്ഞു, ഗുരു എന്തു തന്നെ പ്രവർത്തിച്ചാലും ഒരു പ്രതിഷേധവും കൂടാതെ അതെല്ലാം അനുസരിച്ചു കൊള്ളാമെന്ന് മൂസാ നബി അലൈഹിസ്സലാം ഉറപ്പുകൊടുത്തു. അപ്പോൾ ഖിളർ അലൈഹിസ്സലാം ഒരു നിബന്ധന വെച്ചു. ഞാൻ എന്തു തന്നെ ചെയ്താലും ഞാൻ തന്നെ അതിന് വിശദീകരണം നൽകുന്നതുവരെ അതിനെക്കുറിച്ച് ഒന്നും ചോദിച്ചു പോകരുത്. ഗുരു വച്ച നിർദ്ദേശം മൂസാ നബി അലൈഹിസ്സലാം സ്വീകരിച്ചതിനെ തുടർന്ന് കടൽ കരയിലൂടെയുള്ള അവരുടെ യാത്രയാരംഭിച്ചു. യാത്ര അല്പം മുന്നോട്ട് പോയപ്പോൾ ഒരു പക്ഷി അവരുടെ ദൃഷ്ടിയിൽപ്പെട്ടു. അത് പറന്നിറങ്ങി അതിൻ്റെ ചുണ്ടുകൾ കൊണ്ട് 2-3 തുള്ളി ജലം കൊത്തിയെടുത്തു. ഇതു കണ്ട ഖിളർ അലൈഹിസ്സലാം മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ആ കുരുവി കൊത്തിയെടുത്ത ജലതുള്ളികളും ഈ മഹാസാഗരത്തിലെ ജലവും തമ്മിൽ എത്രമാത്രം അന്തരമുണ്ടോ അതുപോലെയാണ് അള്ളാഹുവിൻ്റെയും നമ്മുടെയും വിജ്ഞാനം. അവരുടെ യാത്ര തുടരുന്നതിനിടയിൽ അതാ ഒരു കപ്പൽ വരുന്നു. ഞങ്ങളും വരുന്നു എന്ന അർത്ഥത്തിൽ അതിനു നേരെ കൈ കാണിച്ചപ്പോൾ അതടുത്തു വന്നു. കപ്പലുടമകൾക്ക് ഖിളർ അലൈഹിസ്സലാമിനെ മനസ്സിലായിരുന്നു. അതിനാൽ പ്രതിഫലമൊന്നും കൂടാതെയാണ്
അവരെ കപ്പലിൽ കൊണ്ടുപോയത്. ആ ജലവാഹനം മുന്നോട്ടു നീങ്ങി പുറംകടലിലെത്തിയപ്പോൾ ഖിളിർ അലൈഹിസ്സലാം അതിൻ്റെ അടിയിൽ നിന്ന് ഒരു പലക പൊളിച്ചെടുത്തു. കേടുപാടുകളൊന്നുമില്ലാത്ത ഉറപ്പുള്ളൊരു കപ്പൽ. പ്രതിഫലം വാങ്ങാതെ യാത്ര ചെയ്യാൻ അനുവദിച്ച നല്ലവരായ കപ്പലുടമകൾ. ഇതൊന്നും പരിഗണിക്കാതെ അത് കേടുവരുത്തി. ഇത് മൂസാ നബി അലൈഹിസ്സലാമിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. മൂസാ നബി അലൈഹിസ്സലാം തൻ്റെ പ്രതിഷേധം ഗുരുവായ ഖിളിർ അലൈഹിസ്സലാമിനെ അറിയിച്ചു. പ്രതിഷേധം കേട്ട ഖിളിർ അലൈഹിസ്സലാം മുൻപ് പറഞ്ഞ കാര്യം മൂസാ നബി അലൈഹിസ്സലാമിനെ ഓർമ്മപ്പെടുത്തി. ഞാൻ മറന്നുപോയതുകൊണ്ടാണെന്നും തൻ്റെ മേൽ നടപടികളൊന്നും സ്വീകരിക്കരുതെന്നും വിട്ടുവീഴ്ചയോടുകൂടി പെരുമാറണമെന്നും ഈ സമയം മൂസാ നബി അലൈഹിസ്സലാം ഖിളിർ അലൈഹിസ്സലാമിൻ്റെ മുൻപിൽ അപേക്ഷിച്ചു. അങ്ങനെ കപ്പൽ കരയോടടുത്തു. കപ്പലിൽ നിന്നിറങ്ങി അവർ യാത്ര തുടരുകയാണ്. അപ്പോൾ കുട്ടികൾക്കിടയിൽ കളിച്ചുകൊണ്ടിരുന്ന സുന്ദരനും സുമുഖനുമായ ഒരു ബാലൻ അവരുടെ ദൃഷ്ടിയിൽപ്പെട്ടു. ഖിളിർ അലൈഹിസ്സലാം ആ ബാലനെ പിടിച്ചു വധിച്ചു കളഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാമിന് നേരിൽ കണ്ട ഈ സംഭവം സഹിക്കാനായില്ല. കഠിനമായ രൂപത്തിൽ പ്രതിഷേധ സ്വരമുയർത്തി. മഹാനായ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറയുന്നു, നിർദോഷിയായ ഒരു മനുഷ്യനെ നിങ്ങൾ വധിച്ചുവോ എന്ന് മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു. ഈ സമയം കോപാകുലനായ ഖിളിർ അലൈഹിസ്സലാം മരണപ്പെട്ട ബാലൻ്റെ തോൾക്കൈ പറിച്ചെടുത്തു. എന്നിട്ട് അദ്ദേഹം അവിടത്തെ തൊലി നീക്കി. അപ്പോൾ ഇവൻ സത്യനിഷേധിയാണ്, ഒരു കാലത്തും അള്ളാഹുവിൽ വിശ്വസിക്കുകയില്ല എന്ന് അവൻ്റെ തോളലിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഏതായാലും ശിഷ്യൻ്റെ പ്രതിഷേധം കേട്ട ഖിളിർ അലൈഹിസ്സലാം മുൻപ് പറഞ്ഞ കാര്യം വീണ്ടും ഓർമ്മപ്പെടുത്തി. മൂസാ നബി അലൈഹിസ്സലാം ഗുരുഭക്തിയും ലജ്ജയും കാരണം ഇനി ഒരിക്കൽ കൂടി ഗുരുവിൻ്റെ നിർദ്ദേശത്തിനെതിര് പ്രവർത്തിച്ചാൽ നമുക്ക് വിട്ടുപിരിയാമെന്ന് ഗുരുവിനോട് സമ്മതിച്ചു. ബാലനെ വധിച്ച ശേഷം വീണ്ടും അവർ യാത്ര തുടർന്നു ഒരു നാട്ടിലെത്തി. മഹാനായ ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നതനുസരിച്ച് ആ നാട് അന്താക്കിയ എന്ന നാടായിരുന്നു. യാത്ര ചെയ്ത് ക്ഷീണിച്ച അവർ ആ നാട്ടുകാരോട് ഭക്ഷണം ആവശ്യപ്പെട്ടു. മഹാലുബ്ധന്മാരായ നാട്ടുകാർ ഭക്ഷണമോ മറ്റു സഹായങ്ങളോ ഒന്നും തന്നെ നൽകിയില്ല. അങ്ങനെയിരിക്കെ പൊളിഞ്ഞു വീഴാറായ ഒരു മതിൽ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഉടൻ തന്നെ ഖിളിർ അലൈഹിസ്സലാം അതിലെ കേടുപാടുകൾ തീർത്ത് അത് ശരിയാക്കി. ഈ സമയം മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇത്ര ദയയും മര്യാദയുമില്ലാത്ത ഈ നാട്ടുകാർക്ക് പ്രതിഫലമൊന്നും വാങ്ങാതെ അത് ശരിയാക്കി കൊടുക്കേണ്ടതില്ലായിരുന്നു. ന്യായമായ ഒരു കൂലി നിശ്ചയിച്ച് അത് ശരിയാക്കി കൊടുത്താൽ മതിയായിരുന്നു. മൂന്നാം പ്രാവശ്യവും ഗുരുവുമായി മൂസാ നബി അലൈഹിസ്സലാം വിയോജിച്ചു. ഏതായാൽ തന്നെയും താൻ തന്നെ മുൻപ് പറഞ്ഞ പ്രകാരം കൂട്ടുയാത്ര അവസാനിപ്പിക്കാൻ ഇതാ സമയമായിരിക്കുന്നു. മഹാനായ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ
അവിടത്തെയുടെ ഹദീസിൽ വന്നതുപോലെ മൂസാ നബി അലൈഹിസ്സലാം ക്ഷമിച്ചിരുന്നുവെങ്കിൽ ഇനിയും പല കാര്യങ്ങളും ഖിളിർ അലൈഹിസ്സലാമിൽ നിന്ന് നമുക്ക് ദർശിക്കാൻ കഴിയുമായിരുന്നു. വ ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.